സോ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മുടെ സിലബസ് വരുന്നത് ബേസിക്കലി എയർ കംപ്രസേഴ്സാണ്. എയർ കംപ്രസേഴ്സ് നമ്മൾ തെർമലിലെ കുറച്ച് മെയിൻ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ബോയിലർ പറഞ്ഞു നിർത്തി. പിന്നെ നമുക്ക് വരുന്നൊരു സെക്ഷനാണ് എയർ കംപ്രസേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് മിക്ക എക്സാമിനും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. മെക്കാനിക്കലിൻ്റെ ബേസ്ഡ് പല എക്സാമുകൾക്കും ഇതിൽ നിന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് മീബൻ്റെ സിമ്പിളുണ്ട്, കുറച്ചും കൂടി കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും അത്യാവശ്യം അതിൻ്റെ ആ വർക്കിംഗ് കാര്യങ്ങളും അതിൻ്റെ ബേസിക് കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നാൽ ഏറെക്കുറെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് MCQ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് എയർ കംപ്രസറിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പം എന്താണ് അതിൻ്റെ ഈ എയർ കംപ്രസറിൻ്റെ ബേസിക് ഫങ്ഷൻ, അത് കഴിഞ്ഞ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ അതുമായിട്ട് കുറച്ച് ടെർമിനോളജീസ്, പിന്നെ വർക്കിംഗ്, പിന്നെ അതിൻ്റെ എഫിഷ്യൻസിയുടെ കാര്യങ്ങൾ, വർക്ക് ഡണ്ണ്, അതിൻ്റെ പവർ, പിന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ ബേസിക്കലി പഠിക്കാനുണ്ട്. കംപ്രഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കംപ്രസേഴ്സ്, അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് കാര്യമായിട്ട് തന്നെ ഇതിൽ പഠിക്കാനുണ്ട് ഈ സിലബസിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പേര് സൂചിക്കുന്നത് തന്നെ കംപ്രസേഴ്സ്. നമ്മൾ ബേസിക്കലി പറയുന്ന പേരാണ് എയർ കംപ്രസേഴ്സ്. അപ്പോൾ എന്താണ് ബേസിക്കലി എയർ കംപ്രസേഴ്സ് മീൻസ് എന്ന് വെച്ചാൽ വിച്ച് ഈസ് യൂസ്ഡ് ടു കംപ്രസ് എയർ ഇൻ ഓർഡർ ടു റൈസ് ഇറ്റ്സ് പ്രഷർ. ഒരു നോർമൽ ലെവലിലെ പ്രഷർ കുറച്ചും കൂടി കൂട്ടണം. അത് നമുക്ക് യൂഷ്വലി മാനുവലി ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു മെഷീൻ വഴി ചെയ്യുവാണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെൻ്റാണ് നമ്മുടെ എയർ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നോർമൽ പ്രഷറിൽ നിന്നും കുറച്ചും കൂടി ഹയർ പ്രഷറിലേക്ക്, കുറച്ചും കൂടി അല്ല, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എത്രമാത്രം പ്രഷർ റൈസ് ചെയ്യാമോ ആ ഒരു ഫെസിലിറ്റി നമുക്ക് കംപ്രഷനിലൂടെ സാധിക്കും. അതിനുള്ള ഡിവൈസ് എയർ കംപ്രസർ. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ എയർ കംപ്രസേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കേസ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റംസ് അതുപോലെ തന്നെ എക്സ്പെഷ്യലി നമ്മുടെ വണ്ടിയുടെയൊക്കെ ടയറിൽ കാറ്റ് ഫില്ല് ചെയ്യത്തില്ലേ, എയർ ഫില്ല് ചെയ്യത്തില്ലേ, അതൊക്കെ ബേസിക്കലി കംപ്രസ്ഡ് എയറാണ് നമ്മളെ ട്യൂബ് വഴി ടയറിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അതൊക്കെ ഡെയിലി ലൈഫിൽ ഒരു കമ്പൽസറി ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തുള്ള റിക്വയർമെൻറ്റ് ഈ നമ്മളെ കംപ്രസ്ഡ് എയറിൻ്റെ റിക്വയർമെൻറ്റ്. അതുപോലെ പല ന്യൂമാറ്റിക് സിസ്റ്റംസ് എന്ന് വെച്ചാൽ ന്യൂമാറ്റിക് മീൻസ് എന്താ, കംപ്രസ്ഡ് എയർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തെ പറഞ്ഞ പേരാണ് ന്യൂമാറ്റിക് സിസ്റ്റംസ്. അപ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റംസിൻ്റെ വർക്കിങ്ങിലും നമ്മൾ ഇത്തരത്തിലുള്ള കംപ്രസ്ഡ് എയറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണ് നമുക്കറിയാം. ബേസിക്കലി നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ റേഞ്ച് നമ്മൾ ഈ ബാറിൽ പറയുകയാണെങ്കിൽ 1.01325 ബാറാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഈ ഒരു പ്രഷറാണ് നമ്മുടെ ചുറ്റുപാട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ പ്രഷറിൽ വരുന്ന എയറിൻ്റെ പ്രഷർ കൂട്ടി നമുക്കൊരു 3 ബാറോ 5 ബാറോ 6 ബാറോ ഒക്കെ ആയിട്ട് റേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയാണ് അതിനുള്ള സൗകര്യമാണ് ഈ എയർ കംപ്രസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് അനുസരിച്ച് അത് പല രീതിയിൽ തന്നെ കംപ്രസ് ചെയ്യാം. ഏതൊക്കെ തരത്തിലുള്ള കംപ്രഷനാണ്, ഏതൊക്കെ രീതിയിലാണ് എയറിനെ കംപ്രസ് ചെയ്യുന്നതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്. ബേസിക്കലി എയർ കംപ്രസർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടു റേസ് ഇറ്റ്സ് പ്രഷർ കൂട്ടാനായിട്ട് എന്നുള്ളതാണ്, പ്രഷർ കൂട്ടുക എന്നുള്ളതാണ് എയർ കംപ്രസറിൻ്റെ ബേസിക് ഫംഗ്ഷൻ. അപ്പോൾ എന്തിനാണ് പ്രഷറാണ് കൂട്ടുന്നത്, നമ്മുടെ ഫ്ലൂയിഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എയർ. അപ്പോൾ എയറിൻ്റെ വർക്കിംഗ് പ്രഷർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് റേസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് എയർ കംപ്രസറിൽ നമ്മൾ യൂഷ്വലി ചെയ്യുക. കംപ്രസേഴ്സ് നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ആക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പിലുള്ള ഒരു ഫോഴ്സാണ് അതിൽ, അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള ഫെസിലിറ്റിയാണ് അതിൽ കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് മീൻസ് ഞാൻ പറഞ്ഞ ഈ ഡൈനാമിക് ആക്ഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ബേസിക്കലി നമ്മൾ 2 രീതിയിലാണ് പറയുന്നത്, ഡൈനാമിക് ടൈപ്പും സെക്കൻഡ് ഈസ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പും. അപ്പം ഈ ഡൈനാമിക്കിൻ്റെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ ഒരു ജനറലൈസ്ഡ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് അതിൻ്റെ ഒരു തിയററ്റിക്കലി പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പറയേണ്ട ഒരു ക്ലാസിഫിക്കേഷൻസ് ആണ്. നമുക്കല്ലാതെ തന്നെ നമ്പർ ഓഫ് സ്ട്രോക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേജസ് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. എന്നാൽ കൂടി നമ്മൾ ജനറലൈസ്ഡ് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ ഡൈനാമിക് ടൈപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് കംപ്രസർ. ഈ ഡൈനാമിക് ടൈപ്പ് കംപ്രസർ സൂചിപ്പിക്കുന്നത് വെച്ചാൽ എയർ കംപ്രഷൻ ഈസ് അച്ചീവ്ഡ് ബൈ സം ഡൈനാമിക് ആക്ഷൻ. ഇപ്പോൾ ഈ ഡൈനാമിക് ആക്ഷൻ നമ്മൾ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും റൊട്ടേറ്റിംഗ് എലമെൻറ്റിന് ഇൻഫ്ലുവൻസ് മൂലം, അല്ലെങ്കിൽ അതിൽ റൊട്ടേറ്റിംഗ് മെമ്പർ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പലർ ടൈപ്പ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും സംതിങ് അറ്റാച്ച്മെൻറ്റ്സ് അതിൽ കാണും. അപ്പോൾ അത് ഇമ്പാർട്ട് ചെയ്യുന്ന ഡൈനാമിക് ആക്ഷൻ്റെ ഫലമായിട്ട് അത് എയറിന് ഡൈനാമിക് ആക്ഷൻ കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് എയർ കംപ്രസ് ചെയ്തിട്ട് ഔട്ട്സൈഡ് വരുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡൈനാമിക് ടൈപ്പിൽ യൂഷ്വലി നടക്കുന്നത്. ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പിൽ യൂഷ്വലി നടക്കുന്നത് വെച്ചാൽ ഡൈനാമിക് ആക്ഷനെ പോലെ ആയിരിക്കില്ല. ഒരു സെക്ഷൻ ഒരു ഡെലിവറി അതേപോലെ ഉള്ളിലേക്ക് കയറുന്നു, കംപ്രസ് ആവുന്നു, പുറത്തേക്ക് വരുന്നു. അത് സംതിങ് ഏതെങ്കിലും ഒരു ആക്ഷൻ ഫലമായി, ചിലപ്പോൾ അതിൻ്റെ ഒരു സ്ക്വീസിങ് ആക്ഷനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കംപ്രസീവ് ആക്ഷനോ
അതിൻ്റെ വോളിയം കുറച്ച് കൊണ്ടിട്ട് പുറത്തേക്ക് വിടുന്ന ഒരു ആക്ഷനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ആയിരിക്കും ഏതിൽ വരുന്നത്, ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പിൽ വരുന്നത്. ഇതിലെന്ന് വെച്ചാൽ പ്യൂർ ഡൈനാമിക് ആക്ഷൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു കംപ്രഷനാണ് ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്ഡ് ടൈപ്പിൽ വരിക. അപ്പോൾ നമ്മൾ അതാണ് ബേസിക്കലി ഡൈനാമിക് ടൈപ്പും പോസിറ്റീവ് ഡിസ്പ്ലേസ് ടൈപ്പുള്ള വ്യത്യാസം. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് ഡൈനാമിക് ടൈപ്പിൽ മെയിൻ 2 ടൈപ്പാണുള്ളത്. നമ്മൾ ആൾറെഡി ബിടെക്കിലും പോളിടെക്നിക് സർവീസിലൊക്കെ പഠിച്ചുള്ളതാണ്. ഡൈനാമിക് ടൈപ്പ് കംപ്രസർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്. ഫസ്റ്റ് ഈസ് എ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ആൻഡ് സെക്കൻഡ് ഈസ് എന്താണ് ആക്സിയൽ ടൈപ്പ്. ഫസ്റ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ ടൈപ്പ് കംപ്രസറും ആൻഡ് സെക്കൻഡ് ഈസ് എ ആക്സിയൽ ടൈപ്പ് കംപ്രസറും. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കതിൽ പഠിക്കാനുണ്ട്. അപ്പം എന്താണ് ഈ സെൻട്രിഫ്യൂഗൽ ടൈപ്പ്, എന്താണ് ഈ ആക്സിയൽ ഫ്ലോ ടൈപ്പ്? അപ്പോൾ സെൻട്രിഫ്യൂഗൽ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നമ്മൾ പഠിക്കാൻ വരുന്നുണ്ട്. അതിലൊരു റൊട്ടേറ്റിംഗ് ഇമ്പലർ കാണും, പിന്നെ ഒരു കേസിംഗ് ആണ്. ആ കേസിംഗ് അത്ര ഇമ്പലർ വെച്ചേക്കുന്നത്. അപ്പോൾ എയർ അതിൻ്റെ സക്ക് ചെയ്യും. അപ്പോൾ അത് ഇമ്പലറിൽ കൂടെ ഡൈനാമിക് ആക്ഷൻ വിധേയമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ പ്രഷർ കൂടും. അതാണ് അതിൻ്റെ ബേസിക്. ഞാൻ വരുന്നുണ്ട്, ഇപ്പോൾ ഫിഗറൊക്കെ വരച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്സിയൽ ഫ്ലോ കമ്പിലാണെങ്കിൽ സ്റ്റാർട്ടർ റോട്ടർ എന്ന് പറഞ്ഞ 2 ഫെസിലിറ്റീസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആക്സിയൽ ഫ്ലോ കംപ്രസറിന് ഇൻലെറ്റിൽ കൂടെ എയർ കയറും. അപ്പോൾ ഒരു സ്റ്റാർട്ടർ ഒരു റൊട്ടേറ്റിംഗ് എലമെൻ്റ്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എയർ കയറി അമർന്ന് പ്രഷർ റൈസ് ചെയ്തിട്ട് പുറത്തേക്ക് ഡിസ്ചാർജ് ആവും. അതാണ് ആക്സിയൽ ഫ്ലോ ടൈപ്പ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഫിഗർ വരച്ച് പഠിക്കാനുണ്ട്. ആൻഡ് ഇനി പോസിറ്റീവ് ഡിസ്പ്ലേസിലാണ് നമ്മൾ യൂഷ്വലി ഉള്ളത്. നമ്മുടെ ജനറലൈസ്ഡ് നമ്മൾ കൂടുതൽ കാണുന്ന റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആൻഡ് റോട്ടറി കംപ്രസർ. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് ഈസ് എ റോട്ടറി ടൈപ്പ്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് എന്താണ്, റോട്ടറി ടൈപ്പ് എന്താണ്? അപ്പോൾ ഞാനിവിടെ എഴുതിയത് തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പിൻ്റെ തല ഇത് വരുന്നത്, ഈ റോട്ടറിക്കകത്താണ് ഏത് വരുന്നത്, ഈ പറയുന്ന വെയിൻ ടൈപ്പും റൂട്ട്സ് ഫ്ലോറും വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, റോട്ടറിക്കകത്താണ് എന്ത് വരുന്നത്, ഈ വെയിൻ ടൈപ്പും ഒക്കെ ഈ പറയുന്ന റൂട്ട്സ് ഫ്ലോറും വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം മാർക്ക് ചെയ്തിരുന്നത് റെസിപ്രോക്കേറ്റിങ്ങിലായിരുന്നു. റെസിപ്രോക്കേറ്റിങ്ങിലല്ല ഇത് വരുന്നത്. ഇത് ബേസിക്കലി വരുന്ന ഏതിലാണ്, വെയിൻ ടൈപ്പിലും റൂട്ട്സ് ടൈപ്പിലുമാണ് ഇത് ബേസിക്കലി വരുന്നത്. അപ്പോൾ ഞാനത് മായിച്ചിട്ട് ഇവിടെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു വേരിയേഷൻ ഞാൻ ആദ്യം ഫസ്റ്റ് ഇതിലായിരുന്നു എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, അത് നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്ഷൻസ്, കയറുന്നു, ആക്ഷൻ നടക്കുന്നു, പുറത്തേക്ക് വരുന്നു, അതിന് പരമായിട്ട് പ്രഷർ റൈസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ് ടൈപ്പിൽ നടക്കുന്നത്. അപ്പം അതിനെ നമുക്ക് 2 രീതിയിൽ ക്ലാസ് ചെയ്യും. ഒന്ന് വെച്ചാൽ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പും നെക്സ്റ്റ് ഈസ് ആ റോട്ടറി ടൈപ്പ്. റെസിപ്രോക്കേറ്റിംഗ് എന്ന് വെച്ചാൽ സെക്ഷൻ ഒരു റെസിപ്രോക്കേറ്റിംഗ് എലമെൻറ്റ് കാണും. ആ റെസിപ്രോക്കേറ്റിംഗ് എലമെൻ്റ് ആയിരിക്കും അവിടുത്തെ ആ ഒരു പർട്ടിക്കുലർ സ്പേസിൻ്റെ വലുപ്പവും ചെറുപ്പവും നിർണ്ണയിക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്പേസിൽ എയർ എൻട്രാപ്പ് ചെയ്യുമ്പോൾ അതിനെ എന്ത് ചെയ്യും, അതിനെ ഈ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ ചെയ്യുന്ന എലമെൻറ്റിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ പ്രഷർ കൂടും, ഡെലിവർ ആവും, വീണ്ടും സെക്ഷൻ വരും. ആദ്യത്തുള്ള ഒരു ആക്ഷനാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് കംപ്രസറിൽ നടക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് ഒരു കാറ്റഗറി വരുന്നത്. ഇനി സെക്കൻഡ് ഈസ് എ റോട്ടറി ടൈപ്പ്. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് എലമെൻറ്റിൻ്റെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന പ്രഷറൈസ് ആണ് ഈ റോട്ടറി കംപ്രസറിൽ മെയിനായിട്ട് വരുന്നത്. 2 ടൈപ്പ് ഉണ്ടെന്ന്, വെയിൻ ടൈപ്പും ഉണ്ട്, റൂട്ട്സ് ടൈപ്പും ഉണ്ട്. വെയിൻ ടൈപ്പ് കംപ്രസറും റൂട്ട്സ് ടൈപ്പ് കംപ്രസർ. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫിഗറൊക്കെ വരച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ വെയിൻസ് ഉണ്ട്, സ്പ്രിങ് അറ്റാച്ച്ഡ് വെയിൻസ് ഉണ്ട്. അതിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ റൈസ് ചെയ്യും. ഈ റൂട്ട്സ് ടൈപ്പിൽ എന്ന് വെച്ചാൽ റൂട്ട്സ് ഉണ്ട്, 3 ലോബ്ഡ് റോട്ടോർ അങ്ങനെ പറയും. 3 ലോബ്ഡ് റൊട്ടേറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. അത് രണ്ടിനും മെഷ് ചെയ്തിരിക്കുക. അതിനിടയിൽ കൂടെ എയർ എൻട്രാപ്പ് ചെയ്യും, ഒരു സ്ക്യൂസിങ് ആക്ഷൻ നടക്കും, പ്രഷർ റൈസ് ചെയ്തിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇതിന് ഓരോന്നും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല പ്രഷറൈസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷറൊക്കെ റൈസ് ചെയ്യും. പക്ഷേ ഈ റൂട്ട്സിലൊന്നും അത്രമാത്രം പ്രഷറൈസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി അതിൻ്റെ കൺസൽ ഡീറ്റെയിൽസ് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ വ്യത്യസ്ത ടൈപ്പിൻ്റെ കംപ്രസേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ എല്ലാ ബേസിക് വർക്കിംഗ് കാര്യങ്ങളും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും നിങ്ങൾ കമ്പൽസറി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ ഉള്ളതിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു ഔട്ട്ലൈൻ പോലെ നമുക്ക് അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം മെയിൻ റൂട്ട്സ് ഇവിടെ ആണ് എഴുതിയിരുന്നത്, അത് മാറിപ്പോയതാണ്. അപ്പോൾ അത് വരുന്ന കാറ്റഗറി എന്ന് ചെയ്തതിൻ്റെ ഈ റോട്ടറി കംപ്രസറിൻ്റെ അടിയിലാണ് ഏത് വരുന്നത്, ഈ പറയുന്ന വെയിനും റൂട്ട്സ് കംപ്രസറും വരുന്നത്. അപ്പോൾ വെയിൻ ടൈപ്പ് റൂട്ട്സ് ടൈപ്പ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് അങ്ങനെ എഴുതേക്കുന്നതേ ഉള്ളൂ. റൂട്ട്സ് ബ്ലോവർ എന്നും അതിനെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ബേസിക്കലി ഉള്ള കംപ്രസറിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത് നമ്മുടെ സിലബസിൽ കൂടുതൽ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്ന കംപ്രസറാണ്. ഒന്നെന്ന് വെച്ചാൽ ഈ പറയുന്ന റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറും അതിൻ്റെ സെക്കൻഡ് ഈസ് എ സെൻട്രിഫ്യൂഗലും ആക്സിയൽ ഫ്ലൂയിഡ്. ഏറ്റവും കൂടുതൽ എക്സാമിന് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസിയുടെ കാര്യങ്ങൾ, ഒരു വർക്ക് ഡണ്ണിൻ്റെ കാര്യങ്ങൾ,
അതൊക്കെ അനുബന്ധമായിട്ട് കുറേ അതിൻ്റെ ടെർമിനോളജീസ് കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും. ബേസിക്കലി ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നേരെ പോകുന്ന വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്, കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് വരച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ ബേസിക്കലി ഇത്ര ഓർത്താൽ മതി. നമ്മുടെ ഐ സി എഞ്ചിൻ്റെ ഒരു കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നമ്മുടെ ബേസിക് നമ്മുടെ ഐ സി എഞ്ചിൻസിൻ്റെ ഒരു കൺസ്ട്രക്ഷണൽ ഫീച്ചർ പോലെ തന്നെയാണ്, അതിൻ്റെ ഒരു ഡിസൈൻ പോലെ തന്നെയാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. അതിലൊരു പിസ്റ്റൺ കാണും. ഓക്കെ, ഒരു പിസ്റ്റൺ ഉണ്ട്, ഒരു സിലിണ്ടറുണ്ട്, അപ്പോൾ ഒരു ഇൻലെറ്റ് പോർട്ടുണ്ട്, എക്സിറ്റ് പോർട്ടുണ്ട്. അത് ഞാനെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻലെറ്റ് വാൽവുണ്ട്, എക്സിറ്റ് വാൽവുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യും. എഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എഞ്ചിൻ്റെ അകത്ത് ഇവിടെയാണ് ഫ്യൂൽ ബേൺ ചെയ്യുന്നത്. ബേൺ ചെയ്തിട്ട് അതിൻ്റെ ഡെലിവറി ചെയ്യുന്ന പവർ പിസ്റ്റണിൻ്റെ മേളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുമോ, എക്സേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം പിസ്റ്റൺ എന്ത് ചെയ്യും, റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ വിധേയമാവും. അപ്പോൾ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ റോട്ടറി ആക്ഷൻ ആയിട്ട് കൺട്രോളോടെ അതിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ റോട്ടറി ആക്ഷൻ ആയിട്ട് മാറ്റും. അത് പിന്നെ നമ്മുടെ ക്രാങ്ക് ഷോട്ട് കറസ്പോണ്ടിങ് പവറായിട്ട് പുറത്തേക്ക് കിട്ടും. ആ രീതിയിലാണ് പിന്നെ വർക്കിംഗ് നടക്കുക ഇത് എഞ്ചിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ നമ്മൾ ഈ പിസ്റ്റണെ ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഈ പിസ്റ്റണെ നമ്മൾ അതിന് ആ ഒരു ആക്ഷൻ കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ക്രാങ്കിലേക്ക് അല്ലെങ്കിൽ ഈ പിസ്റ്റൺ കൺട്രോൾ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു ഡ്രൈവിംഗ് എലമെൻ്റ് ഉണ്ട്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്ഷൻ വിധേയമാക്കണം. അതായത് നമ്മൾ സിമ്പിളി യൂസ് ചെയ്യുന്ന മോട്ടറാണ്, ഇലക്ട്രിക് മോട്ടർ വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യും, ഇതിനെ ആക്സുമായിട്ട് കപ്പിൾ ചെയ്യും. മോട്ടർ ഇങ്ങനെ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, പിസ്റ്റൺ ഈ ഒരു സാധനം വെള്ളിൽ നിന്നായിരിക്കും ഇങ്ങനെ മോഷന് വിധേയമാവും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ചിന്തിക്കുക, ഫസ്റ്റ് ഇതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും എഞ്ചിനായിട്ട് കമ്പയർ ചെയ്തത് ആ ഒരു ടോപ്പ് പോർഷൻ കാര്യങ്ങൾ മാത്രമേ എഞ്ചിനായിട്ട് കൺസിഡർ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൂ. പക്ഷേ ബേസിക്കലി ഇതിനെ നമ്മൾ പവർ കൊടുത്താണ് ഈ പിസ്റ്റനെ ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, മറ്റേതിലാണെങ്കിൽ എന്താ, പവർ ഡെവലപ്പ് ചെയ്യുന്ന യൂണിറ്റാണ് എഞ്ചിൻ. ഇത് പവർ കൺസ്യൂമിംഗ് ആണ്. എഞ്ചിൻ ഈസ് എ പവർ ഡെവലപ്പിംഗ് യൂണിറ്റ് ആൻഡ് കംപ്രസർ ഈസ് എ പവർ കൺസ്യൂമിംഗ് യൂണിറ്റ്. കംപ്രസർ എന്ത് ചെയ്യുക, പവറിനെ കൺസ്യൂം ചെയ്യുകയാണ് കംപ്രസറിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ നേരത്തെ പറയുകയാണ്, ഇതിനൊരു സിലിണ്ടർ വാളുണ്ട്, അതിനകത്ത് റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സെക്ഷൻ കാണുന്നുണ്ടോ, സെക്ഷൻ ഉണ്ട്. സെക്ഷനിൽ കൂടെ കയറുന്നത് എന്താണ്, എയർ ഫ്യൂൽ മിക്സറൊന്നുമല്ല, നമുക്ക് എയർ കംപ്രസ്സാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടു കംപ്രസ് എയറിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും എന്ത് റൈസ് ചെയ്യും. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ബേസിക് പർപ്പസ് എന്ന് വെച്ചാൽ ടു റൈസ് പ്രഷർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെക്ഷൻ പറഞ്ഞ പോലെ തന്നെ എഞ്ചിൻ്റെ 4 സ്ട്രോക്കൊക്കെ സെക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ, എക്സോസ്റ്റ്, അങ്ങനെ 4 വിഭാഗങ്ങളായിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുക. ഇവിടെ അങ്ങനെ എക്സോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ബേസിക്കലി ഇത്ര വരുന്നത് സെക്ഷൻ, കംപ്രഷൻ, ഡിസ്ചാർജ്. ഈ 3 രീതിയിലായിരിക്കും അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. ഇവിടെ ഇൻലെറ്റ് വാൽവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പിസ്റ്റൺ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, സെക്ഷനിലൂടെ എയർ കയറും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മോട്ടോർ വെച്ചിട്ട് കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കറക്കിക്കൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ പിസ്റ്റൺ മേളിലോട്ട് എത്തും. അപ്പോൾ ഇവിടുന്ന് എയർ ഇങ്ങനെ കയറും. അപ്പോൾ ടോപ്പിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും, എക്സിറ്റ് വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ ഒരു എൻക്ലോസ് റീജിയൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ മേളിലോട്ട് വന്ന പിസ്റ്റൺ എന്ത് എയറിനെ കംപ്രസ് ചെയ്യും. സ്വാഭാവികമായിട്ട് എയറിനെ പ്രഷർ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. ഒരു ചെറിയ വോളിയത്തിലേക്ക് ഇതിലിങ്ങനെ അമർത്തി അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രഷർ കൂടും. അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ എക്സിറ്റ് വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇവിടെ കംപ്രസ് ഹൈ പ്രഷറൈസ്ഡ് എയർ എന്ത് ചെയ്യും, എക്സിറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് ഈ ഡെലിവറി പോർട്ട് വഴി അല്ലെങ്കിൽ ഡിസ്ചാർജ് പോർട്ട് വഴി പുറത്തേക്ക് വന്നും. അതൊരു ടാങ്ക് നമുക്ക് റിക്വയർമെൻറ്റ്സ്, നമ്മൾ ഇതിനൊരു പ്രഷർ ചേമ്പറുണ്ട്, ടാങ്കിലേക്ക് ഫില്ല് ചെയ്ത് നോക്കും. നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ പോയി കണ്ടുണ്ട്, ഒരു വലിയൊരു വെസൽ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് എന്ത് ചെയ്യും, ഒരു പ്രഷർ ഗേജ് ഒക്കെ ഉണ്ട്, കണ്ടുണ്ടോ, പോയിൻറ്റ് പ്രഷർ ഗേജ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ വന്നിട്ട് ഇതിലോട്ടാണ് കയറുന്നത്, കണ്ടോ. അപ്പോൾ ഇതിലിങ്ങനെ എയർ ഫില്ല് ചെയ്തിരിക്കുക. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു സേഫ്റ്റിക്കുള്ള ഇതുണ്ട്. ഇപ്പോൾ അങ്ങനെ ഓവർ പ്രഷർ ആകുമ്പോൾ ഇത് ലൂസായിട്ട് എയർ ലീക്കാവും. ഓക്കെ, അങ്ങനെ ഈ ചേമ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയറിനെ പ്രഷറൈസ്ഡ് എയറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ആ ടാങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് വാൽവ് തുറന്ന് എയറിനെ പുറത്തേക്ക് ഇറക്കാം. പല നമ്മൾ നേരെ കംപ്രസ്ഡ് എയറിനെ അങ്ങ് പുറത്തേക്ക് വിടുവല്ല, നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമ്മുടെ ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ സ്റ്റോറേജ് വെസലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രഷറൈസ്ഡ് എയറിനെ സ്റ്റോർ ചെയ്ത് വെച്ച ശേഷം നമ്മൾ പുറത്തേക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ എയർ കംപ്രസർ, എക്സ്പെഷ്യലി റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിൻ്റെ
വർക്കിങ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക എന്താണെന്നുള്ളത്. ഒരു ഇൻലെറ്റ് പോർട്ട് ഉണ്ട്, ദാറ്റ് ഇസ് മീൻസ് സക്ഷനിൽ എന്ത് ചെയ്യുക, സക്ഷനിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ എയർ എന്ത് ചെയ്യും, എയർ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ എയർ എങ്ങനെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യപ്പെടുന്നത്, അതായത് ഈ പിസ്റ്റൻ്റെ ഈ റെസിപ്രോക്കൽ ആക്ഷൻ കാരണം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മേ ബി പിസ്റ്റൺ താഴേക്ക് വരും, ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ സക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രഷർ ഡിക്രീസ് ഉണ്ടാവും. അപ്പം പ്രഷർ കൂടിയെടുത്തുന്നുള്ള എയർ എന്ത് ചെയ്യും, പ്രഷർ കുറഞ്ഞിടത്തേക്ക് എന്ത് ചെയ്യും, വലിച്ചെടുക്കപ്പെടും. ഏതായി പിസ്റ്റൻ്റെ സക്ഷൻ ആക്ഷൻ കാരണം. എന്നിട്ട് അത് കംപ്ലീറ്റ് ആകുമ്പോൾ പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ ഇത് വാൽവ് അടയും, ആ സമയം എക്സിറ്റ് വാൽവ് അടയും, കംപ്രഷൻ സ്റ്റേജ് എത്തും. കംപ്രസ് ചെയ്യുമ്പോൾ എയറിൻ്റെ പ്രഷർ കൂടും. ആ പ്രഷർ കൂടിയ എയർ അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷനിൽ തീരാറാകുമ്പോഴത്തേക്കിനും ഡെലിവറി വാൽവ് ഓപ്പൺ ആയിട്ട് പ്രഷർ പുറത്തേക്ക് റിലീസാവും. ഓക്കെ, ആ പ്രഷറിൻ്റെ എയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രഷറൈസ്ഡ് എയറാണ്, നേരത്തെക്കാട്ടിലും പ്രഷർ കൂടിയ എയറായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ കംപ്രഷൻ നടക്കുമ്പോൾ പ്രഷർ മാത്രമല്ല കൂടുക, അതോടൊപ്പം തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ഘടകമുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന എയറിൻ്റെ പ്രഷർ 1.0135 ബാറും ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആണെന്ന് കരുതിക്കോളൂ. പക്ഷേ കംപ്രസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഈ പ്രഷർ 1.0135 ബാർ എന്നുള്ളത് അത് തന്നെ ആയിരിക്കത്തില്ല. ഓക്കെ, ചിലപ്പോൾ 2 3 4 ബാർ ആയിരിക്കും. അതിലുപരി ഈ ഉള്ളിലേക്ക് കയറി 30 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് പുറത്തേക്ക് വരുമ്പോൾ എന്താവും, കംപ്രസ് ചെയ്തിട്ട് 60 70 ഇങ്ങനെ ഏത് എപ്പോഴും കംപ്രഷൻ അനുസരിച്ചിരിക്കും. പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടും. അപ്പോൾ നമുക്ക് അതൊരു നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് കംപ്രസ് ചെയ്യുമ്പോൾ സ്വയമായിട്ട് ടെമ്പറേച്ചർ കൂടും. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രോസസ്സും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. പ്രഷർ കൂടുന്നതോടൊപ്പം തന്നെ കംപ്രഷൻ നടക്കുമ്പോൾ എന്തും കൂടുന്നുണ്ട്, ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിനി ഫർദർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, കംപ്രഷൻ നടക്കുമ്പോൾ എന്താണ് മറ്റ് ഫാക്ടേഴ്സിന് സംഭവിക്കുക എന്ന് ഉള്ളത്. ഓക്കെ, ഇത്രയും ഒരു കാര്യങ്ങളാണ് ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് പറയാനുള്ളത്. ഏത് കംപ്രസർ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, അപ്പോൾ ഇൻലെറ്റ് ഉണ്ട്, എക്സിറ്റ് പോർട്ട് ഉണ്ട്, ഇൻലെറ്റ് സക്ഷൻ പ്രഷർ. അപ്പോൾ സക്ഷനിൽ വരുമ്പോൾ നമ്മൾ സക്ഷൻ പ്രഷർ, എക്സിറ്റ് വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഔട്ട്ലെറ്റ് വരുമ്പോൾ അതിനെ പകരം ഡെലിവറി പ്രഷർ ഓർ ഡിസ്ചാർജ് പ്രഷർ. ഓക്കെ, അപ്പോൾ സക്ഷൻ പ്രഷർ, ഡിസ്ചാർജ് ഒക്കെ പറഞ്ഞാൽ കുറച്ച് ടേംസ് ഒക്കെ ഇതിൽ കയറി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ എന്താണ് ഈ സക്ഷൻ പ്രഷർ അല്ലെങ്കിൽ എന്താണ് ഡിസ്ചാർജ് പ്രഷർ, ഇത് തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ പഠിക്കാനുണ്ട്, ഈ കംപ്രസറിൻ്റെ കേസസ് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. സക്ഷൻ പ്രഷർ, ഡെലിവറി പ്രഷറിൻ്റെ കണ്ടീഷൻസ്. അപ്പോൾ ഈ സക്ഷൻ പ്രഷർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കംപ്രസറിൽ കയറുന്ന സക്ഷൻ പ്രഷർ ഞാൻ പറയാം P1, ഡെലിവറി പ്രഷർ പുറത്തേക്ക് വരുന്നത് P2 എങ്കിൽ ഇത് തമ്മിലുള്ള റേഷ്യോ നമുക്ക് പറയാൻ പറഞ്ഞ പേരാണ് പ്രഷർ റേഷ്യോ. എഴുതിക്കോണേ, പ്രഷർ റേഷ്യോ, ദാറ്റ് ഈസ് പ്രഷർ റേഷ്യോ. നമ്മൾ പ്രഷർ റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു P2/P1. അപ്പോൾ P2 എന്താണ്, P2 ഇസ് ദ ഡെലിവറി പ്രഷർ ആൻഡ് P1 ഈസ് ദ സക്ഷൻ പ്രഷർ. ഓക്കെ, സക്ഷൻ പ്രഷറും ഡെലിവറി പ്രഷർ നമ്മളുടെ റേഷ്യോയ്ക്ക് പറഞ്ഞ പേരാണ് പ്രഷർ റേഷ്യോ. P ഈസ് ഈക്വൽ ടു P2/P1. ദാറ്റ് മീൻസ് ഡെലിവറി പ്രഷർ ഡിവൈഡഡ് ബൈ സക്ഷൻ പ്രഷർ. ആ റേഷ്യോയ്ക്ക് പറഞ്ഞ പേരാണ് പ്രഷർ റേഷ്യോ. അപ്പോൾ യൂഷ്വലി പരിശോധിക്കാം, നമ്മൾ കംപ്രഷൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും അറിയാം കംപ്രഷൻ്റെ പർപ്പസ് മീൻസ് ടു റൈസ് ദ പ്രഷർ. അപ്പം ഈ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ പ്രോസസ് അനുസരിച്ച് ഇവിടുത്തെ കണ്ടീഷൻ എന്തുമായിരിക്കും, P2 > P1 ആണല്ലോ, അല്ലെങ്കിൽ പിന്നെ കംപ്രഷനും ഗുണമില്ലല്ലോ. അപ്പോൾ ഇൻലെറ്റിൽ കയറുന്ന പ്രഷർ P1 അതിനെക്കാട്ടിൽ എന്തായാലും കൂടുതലായിരിക്കും പുറത്തേക്ക് വരുന്ന P2 എന്ന് പറഞ്ഞ പ്രഷർ. അപ്പോൾ ഈ തമ്മിലുള്ള പ്രഷറിൻ്റെ റേഷ്യോയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രഷർ റേഷ്യോ. അപ്പോൾ പ്രഷർ റേഷ്യോയുടെ വാല്യൂ ഇങ്ങനെ ആണെങ്കിൽ ആൾവേസ് > എന്തുമായിരിക്കും, യൂണിറ്റി. അപ്പോൾ പ്രഷർ റേഷ്യോ ആൾവേസ് > എത്ര ആയിരിക്കും, ഒന്നിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പം എക്സാമിന് ചോദിക്കാം പ്രഷർ റേഷ്യോ വാല്യൂ ഈസ് ഓപ്ഷൻ എ <1, > 1, equal to 0, ഇൻഫൈനിറ്റി, അങ്ങനെ സംതിങ് അങ്ങനെ എന്തെങ്കിലും. അപ്പം ബേസിക്കലി പ്രഷർ റേഷ്യോയുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ പ്രഷർ റേഷ്യോ ഈസ് ഓൾവേസ് > 1. കാരണം ഡെലിവറി പ്രഷർ എപ്പോഴും എന്തിനെക്കാട്ടിലും കൂടുതലാണ്, ഇൻലെറ്റ് പ്രഷറിനെ സക്ഷൻ പ്രഷറിനെക്കാട്ടിലും കൂടുതൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പോയിന്റ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് എയർ സക്ഷനിൽ സ്ട്രോക്കിൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി
ഓക്കെ. അതിനുശേഷം കംപ്രഷൻ നടന്നിട്ട് പുറത്തേക്ക് വിടുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ എത്ര എമൗണ്ട് ക്വാണ്ടിറ്റി ഓഫ് എയർ ഡെലിവേർഡ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് എയർ സപ്ലൈഡ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് എയർ സക്ഡ് ഇൻ ടു ദ കംപ്രസർ സിലിണ്ടർ. ഓക്കെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് എയർ അല്ലെങ്കിൽ എയറിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള യൂണിറ്റാണ് നമ്മൾ ജനറലി പറഞ്ഞ പേരാണ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പേരാണ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ഒരു മിനിറ്റ് കൊണ്ട് എത്ര വോളിയം ഓഫ് എയർ അവിടെ പ്രോസസ്സായി, അല്ലെങ്കിൽ ഡെലിവർ ആയോ, അല്ലെങ്കിൽ സക്ക് ചെയ്തോ, എന്തോ എന്ന് വെച്ചാൽ ആ കാര്യം. അപ്പോൾ നമ്മൾ സെക്കൻഡിലാണ് പറയുന്നതെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വോളിയം ഓർ ക്വാണ്ടിറ്റി ഓഫ് എയർ ഡെലിവേർഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഓർ എന്താണ് മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. കാരണം നമ്മുടെ എയർ എന്ന് വെച്ചാൽ ഫ്ലൂയിഡാണ്. അപ്പോൾ ഒരിക്കലും കിലോഗ്രാം ഒന്നും ഇട്ട് വെക്കല്. നമ്മൾ ജനറലി യൂഷ്വലി റെപ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന മീറ്റർ ക്യൂബ് പെർ സെക്കൻഡോ ഓർ മീറ്റർ ക്യൂബ് പെർ മിനിറ്റോ ആണ്. കാരണം നമ്മുടെ ഫ്ലൂയിഡ് മീൻസ് നമ്മളിവിടെ എടുത്തേക്കുന്നത് വെച്ചാൽ എയറാണ്. എയറിൻ്റെ കംപ്രഷനും എയറിൻ്റെ ഡിസ്ചാർജുമാണ് നമ്മൾ യൂഷ്വലി ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിനെ പറ്റിയുള്ള ഒരു ജനറൽ ഔട്ട്ലൈൻ. ഓക്കെ, എന്നാൽ നേരത്തെ വരച്ചു പറഞ്ഞാൽ പിസ്റ്റണും കട്ട് റോഡ്, ഇവിടെ ക്രാങ്കൊക്കെ ഉണ്ട്. ഞാൻ താഴ്ത്ത് വരച്ചില്ല, ക്രാങ്ക് കേസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ടാണ് അതിൻ്റെ ഷാഫ്റ്റ് വേണ്ടി നമ്മുടെ മോട്ടർ കപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ ഓൺ ആക്കുമ്പോൾ മോട്ടർ കറങ്ങും. മോട്ടറാണ് ഇവ ക്രാങ്കിനെ കറക്കിയിട്ട് പിസ്റ്റണെ റെസിപ്രോക്കറ്റിംഗ് മോഷന് വിധേയമാക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് സക്ഷൻ വരുമ്പോൾ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ സക്ഷൻ ക്രിയേറ്റ് ചെയ്യും, എയർ ഉള്ളിലേക്ക് എടുക്കും, ഡിസ്ചാർജ് ആ രീതിയിൽ വർക്കിംഗ് നടക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ യൂഷ്വലി ഉള്ള ഒരു പ്രോസസ്സ് എയർ കംപ്രസറിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എയർ കംപ്രസറാണ് പഠിച്ചത്. ദാറ്റ് ഈസ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ. പ്രഷർ റേഷ്യോ പറഞ്ഞ് അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് എയർ ഡെലിവറി ചെയ്യുന്ന യൂണിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയാണ് ഒരു ഔട്ട്ലൈൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ മറ്റ് പാർട്സ് പിസ്റ്റൺ കൺട്രോൾ റോഡ്, അതുപോലെ തന്നെ കംപ്രസറിൻ്റെ സിലിണ്ടർ വാള്, അതുപോലെ ഇൻലെറ്റ് വാൽവ്, എക്സിറ്റ് വാൽവ്, സക്ഷൻ പോർട്ട്, ഡെലിവറി പോർട്ട്, ഇതൊക്കെ യൂഷ്വലി ഉള്ള നേരെ എഞ്ചിനുമായി ബന്ധപ്പെട്ട അതേ കാര്യങ്ങൾ പോലെയാണ് ഇതിലും ഉള്ളത്. ഓക്കെ, പിന്നെ പുറത്ത് വരുന്ന എയറിനെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് വെഷലുണ്ട്. അതിലൊരു എന്തുണ്ട് പ്രഷർ ഗേജ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊരു കേസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അസസറീസിലാണ് അത് വരുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ ഈ എയർ കംപ്രസറിൻ്റെ എയർ കംപ്രസറിൻ്റെ സൈക്കിൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നമുക്ക് അല്ലെങ്കിൽ തെർമോഡൈനാമിക് പ്രോസസ്സ് വഴി എക്സ്പ്ലെയിൻ ചെയ്യണം. ഏത് ടൈപ്പ് കംപ്രഷനാണ്, സക്ഷൻ കംപ്രഷൻ പ്രഷർ എങ്ങനെ കൂടുന്നത്, നമ്മൾ ഈ പ്രഷർ കൂളിംഗ് ഡയറക്റ്റിലൊക്കെ വരച്ച് അതിൻ്റെ എഫിഷ്യൻസി, വർക്ക് ഡണ്ണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഏത് ടൈപ്പ് പല കംപ്രഷൻ നേരത്തെ ജനറലി ഒരു കംപ്രഷൻ പറഞ്ഞതാണ്. ഈ കംപ്രഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. അഡേബാരി കംപ്രഷൻ ഉണ്ട്, പോളിട്രോപിക് കംപ്രഷൻ ഉണ്ട്, ഐസോട്രോപിക് കംപ്രഷൻ ഉണ്ട്, ഐസോതെർമൽ കംപ്രഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ആ ഓരോ കംപ്രഷനും ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്, അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പ്രത്യേകം എന്തുണ്ട് പഠിക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പി വി ടി എസ് ഡയറൊക്കെ വരച്ചിട്ട് ഈ പ്രോസസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളതിൽ മാർക്ക് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ നെക്സ്റ്റ് കേസസ്. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഔട്ട്ലൈനായിട്ട് അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ആ ക്ലാസിഫിക്കേഷൻസും അതിനുശേഷമുള്ള റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൻ്റെ വർക്കിങ്ങും അതുപോലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ പി വി ഡയഗ്രവും മറ്റു കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം ഇൻ ദ കേസ് ഓഫ് റെസിപ്രോക്കറ്റിംഗ് കംപ്രസർ. സോ നെക്സ്റ്റ് ഈസ് ആ വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റെസിപ്രോക്കറ്റിംഗ് എയർ കംപ്രസറിൻ്റെ നമ്മൾ നേരെ പ്രോസസ്സ് സക്ഷൻ, കംപ്രഷൻ, ഡിസ്ചാർജ്, ഇതാണ് ബേസിക്കലി ഉള്ള പ്രോസസ്സ്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് നമുക്ക് നമ്മൾ തെർമോഡൈനാമിക് ഡയഗ്രാംസ് എസ്പെഷ്യലി പ്രഷർ കൂളിംഗ് ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പി വി ഡയഗ്രം, നമ്മൾ ടി എസ് ഡയഗ്രാം വരച്ച് കാണിക്കുക. ഫസ്റ്റ് നമ്മൾ അതിലോട്ടാണ് പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നേരത്തെ കംപ്രസർ ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഡൈനാമിക് ടൈപ്പ്, അതുപോലെ തന്നെ സെക്കൻഡ് ഈസ് പോസിറ്റീവ് ഡിസ്പ്ലേസ് ടൈപ്പ്, റെസിപ്രോക്കറ്റിംഗ് റോട്ടറി. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ഡൈനാമിക് ആക്ഷൻ എന്ന് പറഞ്ഞ് പ്രത്യേകം എഴുതിയ സാധനം വേണമെങ്കിൽ നമുക്ക് റോട്ടറിയുടെ കേസിൽ എഴുതാം. ഈ പറയുന്ന സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്സിയൽ ഫ്ലോ കംപ്രസർ, അതിൽ റൊട്ടേറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. ഒരെണ്ണത്തിൽ ഇമ്പലർ, മറ്റേതിൽ ഒരു റൊട്ടേറ്റിംഗ് അതിൻ്റെ ആക്സിലുള്ള റോട്ടർ, അത് റൊട്ടേറ്റിംഗ് എലമെൻ്റ് ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റിംഗ് കംപ്രസർ സെക്ഷനിൽ ഉൾപ്പെടുത്താം. പിന്നെ ഒരു ആക്ഷൻ അനുസരിച്ച് ഡൈനാമിക് ആക്ഷൻ അതിൻ്റെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ആക്കിയതൊന്ന് പ്രത്യേകം അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കംപ്രസറിൻ്റെ ആക്ഷനെ ബേസ് ചെയ്ത് എത്ര സ്റ്റേജസ് ഉണ്ടെന്നനുസരിച്ചിട്ട് നമുക്ക് പറയാം. ഒന്ന് സിംഗിൾ സ്റ്റേജ് ടൈപ്പ് കംപ്രഷനും സെക്കൻഡ് ഈസ് മൾട്ടി സ്റ്റേജ് കംപ്രഷനും. അപ്പം അതിൻ്റെ പർപ്പസ്, മൾട്ടി സ്റ്റേജ് കംപ്രസറിൻ്റെ പർപ്പസ് മീൻസ് സിംഗിൾ സ്റ്റേജിനെ ബേസ് ചെയ്തുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ചില കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നതാണ് ഈ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ.
അപ്പോൾ സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ നമ്മൾ ഒരു സിലിണ്ടർ എയർ കയറി കംപ്രസ് ചെയ്യുന്ന പുറത്തേക്ക് വരുന്നത് നേരത്തെ വരച്ച അത് സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ. അപ്പോൾ ആ എയറിന് നെക്സ്റ്റ് വേറൊരു കംപ്രസ് വിട്ട് ഒന്നുകൂടെ കംപ്രസ് ചെയ്യുക, പിന്നെയും കംപ്രസ് ചെയ്യുക. ഇത്തരത്തിലുള്ള സീക്വൻസ് ഓപ്പറേഷനും കൂടെ പോകുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കംപ്രഷനെ പറയുന്ന പേരാണ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനറലായിട്ട് പഠിക്കാനുള്ളത് കൂടുതൽ സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ്റെ വർക്ക് ഡണ്ണും എഫിഷ്യൻസി മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് അത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ ഓഫ് സ്റ്റേജസ് അതിന് എന്താണെന്നുള്ള കാര്യമാണ് നമ്പർ ഓഫ് സ്റ്റേജസ് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത്. അതായത് ഒരു കംപ്രസർ ഉള്ളിടത്ത് ഒരു കംപ്രസറിൽ കംപ്രഷൻ അച്ചീവ് ചെയ്യേണ്ടടുത്ത് ചില കേസിൽ അതിനിടയ്ക്ക് മറ്റ് ഇൻ്റർമീഡിയറ്റ് കംപ്രസേഴ്സൊക്കെ വെച്ച് 2 3 ഒക്കെ വെച്ചിട്ട് കംപ്രഷൻ നടത്തും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ച് എക്സ്ട്രാ ഫിസിക്സ് കൊടുത്ത് ഈ റൈസിങ് ടെമ്പറേച്ചറൊക്കെ നോർമലാക്കിക്കൊണ്ട് പ്രഷറൈസ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ്റെ വർക്ക് ഡണ്ണിൻ്റെ കാര്യമാണ് വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം. അപ്പോൾ എന്താണ് ഈ ക്ലിയറൻസ് വോളിയം എന്നുള്ളതൊക്കെ ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെസിപ്രോക്കറ്റിംഗ് കംപ്രസറിൻ്റെ ഫിഗർ വരച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പിസ്റ്റൺ കാര്യങ്ങളൊക്കെ അത് വരച്ചിരുന്നു. അപ്പോൾ പിസ്റ്റന് ട്രാവൽ ചെയ്യാനൊരു പൊസിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരട്ടോ TDC ഓർ ടോപ്പ് ആയിട്ട് BDC. ഇപ്പോൾ ഇത്രയും ഭാഗത്തിനിടയ്ക്കുള്ള ഈ വോളിയത്തെ പറഞ്ഞ പേരാണ് സെപ്റ്റ് വോളിയം ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ കംപ്രസർ സെപ്റ്റ് വോളിയം എന്ന് പറയുമ്പോഴും ഇത്ര തന്നെയാണ്. കാരണം ആ ഒരു ടോപ്പ് ഡെഡ് സെൻറ്ററിന് ഒരു ബോട്ടം ഡെഡ് സെൻറ്ററിന് ഇടയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വോളിയം. ഈ സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ IC എഞ്ചിനിൽ നമ്മൾ പഠിച്ച അതേ സാധനമാണ് ഈ സെപ്റ്റ് വോളിയം. ഓക്കെ, ഇതിനിടയിൽ ഉൾപ്പെടുന്ന ആ ഒരു പർട്ടിക്കുലർ വോളിയം. ഇതിനിടയ്ക്കുള്ള ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ സിലിണ്ടർ ഹെഡ് അപ്പോൾ അത് ക്ലിയറൻസ് വോളിയം. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് വെച്ചാൽ എന്താണ് സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം. അപ്പോൾ സെപ്റ്റ് വോളിയം നേരത്തെ പറഞ്ഞത് TDCക്കും ബോട്ടം ഡെഡ് സെൻറ്ററിന് ടോപ്പ് ഡെഡ് സെൻറ്ററിലുള്ള ആ ഒരു സിലിണ്ടറിക്കൽ വോളിയം ഓഫ് പോർഷനാണ് നമ്മൾ സെപ്റ്റ് വോളിയമായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ ഈ TDC BDCക്ക് ഇടയ്ക്കുള്ള ലെങ്ത് എല്ല് ഞാൻ അതിന് സ്റ്റോക്ക് ലെങ്ത് എന്ന് പറയുകയാണ്. ഓക്കെ, ഈ എഞ്ചിനകത്ത് ഡയമീറ്റർ ഓക്കെ സിലിണ്ടർ ഡയമീറ്റർ D നമ്മൾ ബോർഡ് ഡയ എന്ന് പറയും, സ്റ്റോക്ക് ലെങ്ത് എല്ല്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റ് വോളിയം VS is equal to π/4 d² × L. ദിസ് ഈസ് സെപ്റ്റ് വോളിയം ദ സിലിണ്ടർ. നമ്മൾ യൂണിറ്റ് മീറ്റർ ക്യൂബോ അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി സെന്റിമീറ്റർ ക്യൂബോ ഒക്കെയാണ് പറയുന്നത്. ഇതാണ് ഈ കംപ്രസറിൻ്റെ സെപ്റ്റ് വോളിയമായിട്ട് നമ്മൾ എടുക്കുക. സിമിലർ നമ്മൾ IC എഞ്ചിനിൽ എന്താണോ പഠിച്ചത് IC എഞ്ചിനിലെ സെപ്റ്റ് വോളിയം എന്താണോ അത് തന്നെയാണ് നമ്മൾ ഈ കംപ്രസറിൽ വരുന്ന സെപ്റ്റ് വോളിയമായിട്ട് നമ്മൾ യൂഷ്വലി പറയുക. ആ ടോപ്പ് ഡെഡ് സെൻറ്ററിന് ബോട്ടം ഡെഡ് സെൻറ്ററിനും ഇടയ്ക്കുള്ള ആ ഒരു വോളിയം. അപ്പോൾ ആ ഒരു 2 എൻട്രി പോയിൻറ്റ്സിലാണ് കംപ്രസറിൻ്റെ മോഷൻ ചുരുക്കിയിരിക്കുന്നത്. കാരണം മാക്സിമം TDC വരെ പോവാം, നെക്സ്റ്റ് താഴോട്ട് എവിടെ വരെ പോവാം ബോട്ടം ഡെഡ് സെൻറ്റർ പോകാം, അതിന് താഴോട്ട് അതിന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഒക്കുപ്പ് ചെയ്യുന്ന ഒരു വോളിയമാണ് സെപ്റ്റ് വോളിയം. ടോട്ടൽ വോളിയം എന്ന് വെച്ചാൽ സെപ്റ്റ് വോളിയത്തിനോട് സിലിണ്ടർ ഹെഡിനും TDC ഇടയ്ക്ക് ഒരു ചെറിയ എമൗണ്ട് ഓഫ് വോളിയം ഉണ്ട്, അതിനെ പറഞ്ഞാൽ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന അതിനുള്ള പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് സെപ്റ്റ് വോളിയം ക്ലിയറൻസ് വോളിയം കാര്യം പറഞ്ഞ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ കംപ്രസർ വർക്ക് ഡൺ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയമാണ്. അതായത് നമ്മൾ ക്ലിയറൻസ് വോളിയത്തിൻ്റെ കാര്യം നമ്മൾ അങ്ങ് നെഗ്ലക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ക്ലിയറൻസ് വോളിയം ഇല്ല എന്ന് വെച്ചാൽ പിസ്റ്റൺ ചെയ്ത് വേറെ ഇടിക്കും എന്നുള്ളതല്ല അർത്ഥം. ക്ലിയറൻസ് വോളിയം നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലിയറൻസ് വോളിയത്തിൻ്റെ കാര്യം അവിടെ പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ആ ഒരു കേസിലുള്ള കണ്ടീഷനാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ ആ പ്രഷർ വോളിയം വരച്ചിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക. പടത്തിൽ നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളുണ്ട്. 4 to 1, 1 to 2, 2 to 3. ഈ 4 to 1 ബേസിക്കലി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ കംപ്രസറിൽ ബേസിക്കലി 3 പ്രോസസ്സാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇൻലെറ്റ് വരെ ഓപ്പൺ ചെയ്ത് സക്ഷൻ, പിന്നെ കംപ്രഷൻ, നെക്സ്റ്റ് ഡിസ്ചാർജ്. ഓക്കെ, റിവേഴ്സ് ഒന്നും വരുന്നില്ല. ആ ഒരു 3 കേസസാണ് ഞാൻ ഈ പടത്തിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ പടത്തിൽ ആ ഫിഗറിൽ നോക്കിയതൊക്കെ മനസ്സിലാവും. നോക്കിയാൽ 4 to 1 നോക്കിയേ. 4 to 1 ബേസിക്കലി എന്താ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 4 to 1 ഈസ് ദ സക്ഷൻ. നോക്കുക, 4 to 1 എന്താണ്? 4 to 1 ഈസ് ദ സക്ഷൻ. നെക്സ്റ്റ് 1 to 2 എന്താണ്? 1 to 2 1 to 2 മീൻസ് ആ കംപ്രഷൻ. ഓക്കെ, ആ പടത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻ തോന്നുന്നു, അത് കുറേ ലൈൻസൊക്കെ കിടക്കുന്ന കാരണം. അപ്പോൾ ഞാൻ ഒരു ലൈനെ 1 to 2 ഇട്ടിട്ടുള്ളൂ. നോക്കുക, ദിസ് ഈസ് എ ബോൾഡ് ലൈൻ, ദാറ്റ് ഈസ് എ 1 to 2. അപ്പോൾ ഞാൻ അതിന് തൊട്ട് കംപ്രഷൻ. നെക്സ്റ്റ് ഈസ് എ 2 to 3. 2 to 3 എന്താണ്? 2 to 3 കംപ്രഷൻ. നെക്സ്റ്റ് സ്റ്റേജ് ഏതാണ്? ഡിസ്ചാർജ് ഓർ ഡെലിവറി. സോ ഫസ്റ്റ് ഈസ് എ സക്ഷൻ ആൻഡ് സെക്കൻഡ് ഈസ് എ കംപ്രഷൻ ആൻഡ് തേർഡ് ഈസ് എ ഡിസ്ചാർജ്. ഈ 3 സ്റ്റേജുകളാണ്, 3 സ്റ്റേജ് അല്ല സോറി 3 ഓപ്പറേഷൻസ് ആണ് ആ ഒരു പ്രോസസ്സിൻ്റെ ഇതിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, 4 to 1 എന്താണ്? സക്ഷൻ. ഓക്കെ, സക്ഷൻ നോക്കുക. സക്ഷൻ എന്താ ചെയ്യുക? സക്ഷനിൽ പ്രഷർ എന്താ അവിടെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. സക്ഷനിലെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? വോളിയം മാറുന്നുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ പ്രഷറിലുള്ള എയർ സിലിണ്ടറിനുള്ളിലേക്ക് സക്ക് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ സക്ഷൻ ആക്ഷൻ കാരണം സിലിണ്ടറിനുള്ളിലേക്ക് കടന്നു പോകുന്നു. നെക്സ്റ്റ് സ്റ്റേജാണ് കംപ്രഷൻ. ഓക്കെ, കംപ്രഷൻ അങ്ങനെ 1 to 2
കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ കൂടുന്നുണ്ട്, ആസ് വെൽ എസ് എന്തുകൊണ്ട് വോളിയം ഈസ് ഡിക്രീസസ്. പ്രഷർ കൂടുന്നുണ്ട്, അതോടൊപ്പം ടെമ്പറേച്ചറും കൂടുന്നുണ്ട്, പക്ഷേ വോളിയം എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് കാണുന്നത് ഇങ്ങനെ വന്നത്, കർവ്ഡ് ഇതിൽ വന്നത് കംപ്രഷൻ്റെ. അപ്പോൾ വോളിയം കുറയണമെങ്കിൽ 12 ഈ ഡയറക്ഷനിൽ വരണ്ടേ, അപ്പോൾ അതുകൊണ്ട് 6 ഈ ഡയറക്ഷനിൽ വന്ന് പ്രഷർ കൂടിയും വേണം. പ്രഷർ കൂടിയതുകൊണ്ട് ഈ ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് റൈസ് ചെയ്ത് പോയി. സോ അതുകൊണ്ടാണ് ഈ 1 to 2 ഷേപ്പ് അങ്ങനെ വന്നത്. ദാറ്റ് ഈസ് കംപ്രഷൻ. ഈ 2 to 3 വെച്ചാൽ ഡിസ്ചാർജ്, ഒരു പർട്ടിക്കുലർ പ്രഷർ അറ്റൈൻ ചെയ്ത് ആ പ്രഷർ ഒരു ഫോർ എക്സാമ്പിൾ 5 ബാർ എന്ന് വിചാരിക്കട്ടെ, 5 ബാർ പ്രഷറിൽ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ടാങ്കിനകത്തേക്ക് എയറിനെ ഡെലിവറി ചെയ്ത് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് എ 2 to 3 ഡെലിവറി പ്രഷർ. അപ്പോൾ സക്ഷൻ, കംപ്രഷൻ, ഡിസ്ചാർജ്, സക്ഷൻ, കംപ്രഷൻ, ഡിസ്ചാർജ്, ഈ 3 ഘട്ടങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഞാനീ പറഞ്ഞ പോലെ ഈ കംപ്രഷൻ നമുക്ക് പല വിധേനയും നടത്താം നമ്മുടെ ഈ കംപ്രസറിൽ. ഇപ്പോൾ കംപ്രഷൻ നടക്കുന്ന ടൈപ്പ് അനുസരിച്ച് ഏതൊക്കെ ടൈപ്പ് കംപ്രഷൻ നമുക്കിവിടെ നടത്താം, ഓക്കെ, പഠനം നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ജേർണലൈസ്ഡ് പറയുന്നത് 3 എണ്ണമാണ് ഇവിടെ ഞാൻ പറയുന്നത്. നമുക്ക് ഞാൻ ഒരു ബോൾഡായിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. സോ ആ കംപ്രഷനെ ഞാൻ ഇട്ടേക്കുന്ന ആരോ എന്തായിട്ടാണ് ഇട്ടേക്കുന്നത്, ദിസ് ഈസ് ടേക്കൺ ആസ് പോളിട്രോപ്പിക് കംപ്രഷൻ. ഫസ്റ്റ് ഞാൻ ഇടാം, ഇതിനെ 1 2 എന്നിട്ടില്ലേ, ഈ 1 ഇതിനെ 2 ഡാഷ് എന്നിടാം, ഇതിനെ 2 ഡബിൾ ഡാഷ് എന്നിടാം. ഈ 1 to 2 ഡാഷ് നോക്കിയേ, 1 to 2 ഡാഷ് ആ ടൈപ്പ് കംപ്രഷനെ പറഞ്ഞ പേരാണ് ഐസോതെർമൽ കംപ്രഷൻ. അപ്പം നമ്മൾ 1 to 2 ഡാഷ് ആണ് നമ്മൾ പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആ സ്റ്റേജിൽ കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഐസോതെർമൽ കംപ്രഷൻ. നെക്സ്റ്റ് 1 to 2 ആണ്, 1 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ ടൈപ്പ് കംപ്രഷൻ ഏത് ടൈപ്പ് കംപ്രഷനിൽ വരും, പോളിട്രോപ്പിക് കംപ്രഷനിൽ വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കണേ, ഈ 1 to 2 ഡബിൾ ഡാഷ് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് കംപ്രഷനിൽ വരും, ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ അഡിയബാറ്റിക് കംപ്രഷൻ. അത് ഏതിൽ വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡിയബാറ്റിക് കംപ്രഷൻ വരും. അപ്പോൾ നമ്മൾ ഈ 3 ടൈപ്പ് കംപ്രഷൻ്റെ കാര്യങ്ങളും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണം. ഇതിൽ ഏത് കംപ്രഷൻ ആയിരിക്കും ബെറ്റർ എന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം കംപ്രഷൻ ഒന്ന് ഏതാവാം, ഒന്ന് ഐസോതെർമൽ ആവാം, സെക്കൻഡ് ഈസ് എ പോളിട്രോപ്പിക് ആവാം, തേർഡ് ഈസ് എ അഡിയബാറ്റിക് ഓർ റിവേഴ്സിബിൾ അതിനെ ഒരു ഐസോട്രോപിക് കംപ്രഷൻ എന്നും പറയാം. ദാറ്റ് ഈസ് എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് എന്നൊരു പേരാണ് ഐസോട്രോപിക് കംപ്രഷൻ. അപ്പോൾ നമുക്ക് ഐസോതെർമൽ കംപ്രഷൻ ആണെങ്കിൽ നേരത്തെ ശ്രദ്ധിക്കുക, കംപ്രഷൻ ഐസോതെർമൽ ആണെങ്കിൽ, അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിന് ഗവേൺ ഇക്വേഷൻ ഉണ്ട്, തെർമോഡൈനാമിക്സ് പഠിച്ചതാണ്. വാട്ട് ഈസ് ഗവേൺ ഇക്വേഷൻ ഓഫ് ഐസോതെർമൽ കംപ്രഷൻ? ഐസോതെർമൽ കംപ്രഷൻ ഐസോതെർമൽ ആണെങ്കിൽ അതിൻ്റെ പ്രഷർ വോളിയം റിലേഷൻഷിപ്പ്, ഓക്കെ, ഞാൻ ഫസ്റ്റ് എഴുതുക 1 to 2 ഡാഷ്, ഓക്കെ, ഐസോതെർമൽ കംപ്രഷൻ അല്ലേ. അപ്പോൾ അതിന് ഗവേൺ ഇക്വേഷൻ എന്തുവാ, PV ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഓക്കെ, തെർമോഡൈനാമിക്സ് പഠിച്ചതല്ലേ. നെക്സ്റ്റ് ഈസ് ആ പോളിട്രോപ്പിക് ഏതാ, 1 to 2 ഏത് ടൈപ്പ് കംപ്രഷൻ, ആ പോളിട്രോപ്പിക് കംപ്രഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗവേൺ ഇക്വേഷൻ എന്തുവാ, PV റേസ് ടു N ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. എന്നിനെ പറഞ്ഞ പേരാണ് പോളിട്രോപ്പിക് ഇൻഡെക്സ്. ഓക്കെ, ഇത് നെക്സ്റ്റ് 1 to 2 ഡാഷ്, ഓക്കെ, 1 to 2 ഡാഷ് പരിശോധിക്കുക. അത് ഏത് ടൈപ്പ് കംപ്രഷനാ, അഡിയബാറ്റിക് കംപ്രഷൻ. ഏത് ടൈപ്പ് കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പോൾ നമുക്ക് എന്തിടാം, അതിൻ്റെ ഗവേൺ ഇക്വേഷൻ PV റേസ് ടു N മാറി ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ അറിയണം. പക്ഷേ ഇത് 3 ബേസിക്കലി തെർമോഡൈനാമിക്സിൽ പഠിച്ചതാണ്. പോളിട്രോപ്പിക് ഇൻഡെക്സ് വെച്ചിട്ടുള്ള പോളിട്രോപ്പിക് കംപ്രഷൻ, ഗാമ എന്ന് വെച്ചാൽ സ്പെസിഫിക് റേഷ്യോ, ഓക്കെ, PV റേസ് ടു ഗാമ സിക്കൽ കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള ഐസോതെർമൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് അല്ലെങ്കിൽ ഐസോട്രോപിക് കംപ്രഷൻ. ആൻഡ് ഫസ്റ്റ് PV ഈക്വൽ ടു കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള ഐസോതെർമൽ കംപ്രഷൻ. ഈ 3 രീതിയിലും നമുക്കിവിടെ കംപ്രഷൻ നടത്താം. ഇതിൻ്റെ കേസിൽ റെസിപ്രോക്കറ്റിംഗ് കംപ്രഷൻ്റെ കേസിൽ. അപ്പോൾ നോക്കുക, ഈ 3 രീതി കംപ്രഷൻ നടത്തിയാലും നിങ്ങൾ നോക്കുക, ഏരിയ അണ്ടർ ദ PV ഡയഗ്രം എന്തുവാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, അല്ലെങ്കിൽ ബേസിക്കലി എന്താണ് ഏരിയ അണ്ടർ ദ PV ഡയഗ്രം? ദാറ്റ് ഈസ് എ വർക്ക് ഡൺ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രോസസ്സ്. ആ പർട്ടിക്കുലർ പ്രോസസ്സിന് വർക്ക് ഡൺ ആണ് ഏരിയ അണ്ടർ ദ PV ഡയഗ്രം കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളൊരു പ്രോസസ്സ് നോക്കി, നമ്മുടെ ഒരു പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ 4 1 2 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോസസ്സ്. അപ്പം കംപ്രഷൻ 3 രീതി നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറയാം, ഒന്ന് 4 1 2 3 ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് 4 1 2 3 സെക്കൻഡ് ചോയ്സ്, അടുത്ത 4 1 2 3 തേർഡ്. അങ്ങനെ 3 ഇതായിട്ട് നമുക്കതിനെ വിഭജിക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് വെച്ചാൽ 4 1 2 3, സെക്കൻഡ് ഈസ് 4 1 2 നേരെ 3 2 മതി വരും, ലാസ്റ്റ് ഈസ് 4 1 2 3. 3 രീതിയില്ല. അപ്പോൾ 3 പ്രോസസ്സും ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏരിയ വെച്ചിട്ട് നമുക്കൊരേ ഏരിയ ഉണ്ടെന്ന പീരിയഡ്സ് വർക്ക് ഡൺ. ഏത് കർവ് ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കും ഏരിയ കുറവ്, പടത്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഭാഗത്ത് ഇത്രയും ഭാഗം എടുത്താലായിരിക്കും ഏരിയ കൂടുതൽ, അല്ലേ? ഇവിടെ അല്ലേ ഏരിയ ഇത്രയും ഭാഗം എടുത്താൽ ഏരിയ കൂടുതലാണ്, ഇത്രയും ഭാഗം എടുത്താലാണ് ഏരിയ കുറവാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഇത്രയും ഭാഗത്താണ്
ഇത്രയും ഭാഗം കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ ഭാഗത്താണ് ഏരിയ കുറവ്. ബാക്കി ഇത് കളഞ്ഞ് അടുത്തേക്ക് പോകും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഏരിയ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലീസ്റ്റ് ഏരിയ വരുന്ന ഏത് ഭാഗത്താണ്? ലീസ്റ്റ് ഏരിയ വരുന്നത് 41412-3ലാണ് ലീസ്റ്റ് ഏരിയ വരുന്നത്. അപ്പോൾ അവിടുന്ന് വർക്ക് എന്താവും? ലീസ്റ്റ് വർക്കാവും. അപ്പോൾ കംപ്രഷൻ, ഐസോതെർമൽ കംപ്രഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നടന്ന കംപ്രഷൻ ഐസോതെർമൽ വരാം, ഓൾട്രോമിക്ക് വരാം, അഡിയബാറ്റിക് വരാം. ഈ 3 എണ്ണം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏരിയ കുറവ് വരുന്നത് ഏതിനാണ്? ഐസോതെർമൽ കംപ്രഷൻ നടക്കുന്ന റീജിയനിലാണ് ഏരിയ കുറവ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ കുറച്ച് വർക്ക് ഏരിയ കുറവാന്ന് വെച്ചാൽ വർക്ക് എന്താ അവിടെ കുറവാണ്. കുറച്ച് വർക്ക് ഏത് കംപ്രഷനിലാണ് വേണ്ടുന്നത്? ഐസോതെർമൽ കംപ്രഷനാണ് വേണ്ടുന്നത്. അപ്പോൾ ലീസ്റ്റ് വർക്ക് ഈസ് ഏത് കംപ്രഷൻ കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ലീസ്റ്റ് വർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റിയ കംപ്രഷൻ ഏതാ? ഐസോതെർമൽ കംപ്രഷനാണ്. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, വർക്ക് കുറച്ച് വേണ്ടുന്ന കംപ്രഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പടത്തിൽ നിന്ന് മനസ്സിലാവും ഏത് കംപ്രഷനാണ്? ഐസോതെർമൽ കംപ്രഷൻ. പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കംപ്രഷൻ വിച്ച് റിക്വയർസ് ലീസ്റ്റ് വർക്ക്, ഓപ്ഷൻ എ ഐസോതെർമൽ, അഡിയബാറ്റിക്, പോളിട്രോപ്പി എന്നൊക്കെ. കൂടുതൽ വർക്ക് വേണ്ടുന്ന ഏതിനാ? അഡിയബാറ്റിക്കിനാണ്, അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്, അല്ലെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഐസെൻട്രോപിക് പ്രോസസ്. അത് ഗവൺ ചെയ്യുന്ന ഇക്വേഷൻ P⁻⁴ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ 3 രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? കംപ്രഷൻ നടത്താം. ഓക്കെ, സെക്ഷനും ഡെലിവറിക്കൊന്നും മാറ്റമില്ല. കംപ്രഷൻ നമുക്ക് ഐസോതെർമലിൽ നടത്താം, അഡിയബാറ്റിക്കിൽ നടത്താം, പോളിട്രോപ്പിക്കലി നടത്താം. അപ്പോൾ ആ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് ആ പടത്തിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, പി ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി അത് വെച്ചുള്ള വർക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാം. നമ്മുടെ കംപ്രഷൻ ഓക്കെ, ഈ ഇക്വേഷനൊക്കെ ഡെറിവ് ഒക്കെ ചെയ്ത് വരുന്നതാണ്. നമുക്ക് ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല, പക്ഷേ ബേസിക്കലി അതിൻ്റെ ഫാക്ട്സും ഇക്വേഷൻസും പഠിച്ചിരിക്കണം. ഫസ്റ്റ് നമ്മളിവിടെ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കംപ്രഷൻ പോളിട്രോപ്പിക്കോ അഡിയബാറ്റിക്കോ ആയിക്കോട്ടെ, ഞാൻ നോക്കിയേ, പോളിട്രോപ്പിയും ജനറൽ ഇക്വേഷൻ കാണാം P⁻N കോൺസ്റ്റന്റ്, അഡിയബാറ്റിക് ജനറൽ ഇക്വേഷൻ P⁻Γ കോൺസ്റ്റന്റ്. അപ്പം ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഇൻഡെക്സ് N പരിശോധിക്കുക. ഇൻഡെക്സ് N കിടക്കുന്നെങ്കിൽ കംപ്രഷൻ പോളിട്രോപ്പിക്കാണ്. ഇൻഡെക്സ് N മാറി ഗാമയാണെങ്കിൽ കംപ്രഷൻ അഡിയബാറ്റിക്കാണ്. ഇനി N സ്ഥാനത്ത് 1 ആണെങ്കിൽ N = 1 ആണെങ്കിൽ P⁻1 എന്തോ V, അതെന്താവും? ഐസോതെർമലാവും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് പോളിട്രോപ്പിക്കിനും അഡിയബാറ്റിക്കിനും ജനറലൈസ്ഡ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. വർക്ക് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു W = N/N-1 × P1V1 × P2/P1 the whole ratio N-1/N-1. This is a work done for പോളിട്രോപ്പിക് പ്രോസസ്. ഇനി ഈ N മാറി ഇവിടെ ഗാമയാ ഇവിടെ വരുന്നതെങ്കിൽ ആ വർക്കിനെ പറയുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് ദ അഡിയബാറ്റിക് വർക്ക് ഡൺ. അപ്പം നമുക്ക് അഡിയബാറ്റിക് വർക്ക് ഡൺ എങ്ങനെ എഴുതാം? W അഡിയബാറ്റിക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? Γ/Γ-1 ഓക്കെ ഇൻറ്റു P1V1 ഇൻറ്റു P2/P1 Γ-1/Γ-1. ഇതാണ് അഡിയബാറ്റിക്. ഇപ്പോൾ ഇതെന്താണ്? ഇത് പോളിട്രോപ്പിക്. ഓക്കെ, ഈ P1 എന്ന് വെച്ചാൽ ഇൻലെറ്റ് പ്രഷർ, V1 മീൻസ് ഇൻലെറ്റ് വോളിയം, ഗാമ മീൻസ് സ്പെസിഫിക് റേഷ്യോ. ഫോർ എയർ ആണെങ്കിൽ എയറിൻ്റെ ഗാമ വാല്യൂ എത്ര പഠിച്ചിട്ടുണ്ട്? ഫോർ എയർ ഗാമ = 1.4 ആണ് എയറിൻ്റെ ഗാമ വാല്യൂ. P2/P1 പറഞ്ഞ പേരാണ് പ്രഷർ റേഷ്യോ. നമ്മൾ നേരത്തെ P എന്ന് എഴുതിയല്ലേ, P ഡിസ്ചാർജ് പ്രഷർ ഡിവൈഡ് ബൈ സക്ഷൻ പ്രഷർ. ഇറ്റ് ഈസ് വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് ഈസ് P2/P1 പ്രഷർ റേഷ്യോ. അപ്പോൾ നമ്മുടെ കംപ്രഷനിൽ നമ്മൾ എടുക്കുന്നത് ഐസെൻട്രോപ്പിക് അല്ലെങ്കിൽ പോളിട്രോപ്പിക് ആണെങ്കിൽ, നമ്മുടെ കംപ്രഷൻ പോളിട്രോപ്പിക് ആയിട്ടാണെങ്കിൽ വർക്ക് ഡൺ ഇക്വേഷൻ എന്ന് വെച്ചാൽ N വരും, എന്നിട്ടുള്ള ഇക്വേഷൻസ്. ബട്ട് ദാറ്റ് ഈസ് ടേക്കൺ ആസ് അഡിയബാറ്റിക് ആണെങ്കിൽ N മാറി ഗാമ വരും, ദാറ്റ് സ്പെസിഫിക് റേഷ്യോ എന്നുള്ള കണ്ടീഷൻ വരും. ഇനി മൂന്നാമത്തെ വെച്ചാൽ ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ മീൻസ് പഴയ പറഞ്ഞ TDL ഇക്വേഷൻ P1V1 × ln P2/P1. ഓക്കെ, P2/P1 എന്ന പേരാണ് പ്രഷർ റേഷ്യോ. അങ്ങനെ 3 രീതിയിലുള്ള വർക്ക് ഡൺ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ വർക്ക് ഡൺ ലീസ്റ്റ് വരുന്നത് എത്ര? ലീസ്റ്റ് വർക്ക് ഡൺ ഏതാ വരുന്നത്? ലീസ്റ്റ് വർക്ക് ഈസ് ഫോർ ഏതിനാ? ലീസ്റ്റ് വർക്ക് ഈസ് ഫോർ ഏത് ടൈപ്പിനാ? ഐസോതെർമൽ. ദിസ് ഈസ് ഫോർ ഐസോതെർമൽ. ഓക്കെ, അപ്പോൾ ഈ 3 വർക്കിൻ്റെ കമ്പാരിസണും നമുക്ക് ഈ P ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ ശ്രദ്ധിക്കുക, കംപ്രഷൻ ഐസോട്രോപിക്കലി നടത്താം, അപ്പോൾ ഐസോതെർമലി നടത്താം, പോളിട്രോപ്പിക്കലി നടത്താം. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇതൊരു തിയറിയൽ കേസ്. ആക്ച്വലി ഈ വയസ്സിലൊന്നും ആകണമെന്നില്ല കംപ്രഷൻ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കംപ്രഷൻ സ്വാഭാവികമായിട്ട് നടക്കുന്ന സമയത്ത് കംപ്രഷന് ബലമായിട്ട് പ്രഷർ കൂടുന്നതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഈ ഐസോതെർമലി എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് സംശയം തോന്നാം, ഇതെങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റൻ്റ് നിർത്തുന്നത്? അതിന് എക്സ്റ്റേണൽ കൂളിങ്ങോ വാട്ടർ ജെറ്റ് വെച്ച് സർഫസിലേക്ക് കൂളിങ് വാട്ടറൊക്കെ സപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യാതെ സർഫസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആ രീതിയിൽ നമുക്ക് കംപ്രഷൻ എന്താക്കി നിർത്താം? ഐസോതെർമൽ കംപ്രഷനാക്കി മെയിൻറ്റെയിൻ ചെയ്യാം.
പക്ഷേ എക്സ്ട്രാ പ്രഷർ മാത്രമേ കൂടത്തുള്ളൂ, ടെമ്പറേച്ചർ വലുതായിട്ട് റൈസ് ചെയ്യത്തില്ല. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കാം. ഈ പറയുന്ന കൂളിംഗ് വാട്ടർ സപ്ലൈ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് നടത്താൻ പറ്റും? കംപ്രഷൻ ഐസോതെർമലായി നടത്താൻ പറ്റും. ഓക്കെ, ആക്ച്വലി എന്നിരുന്നാലും ടെമ്പറേച്ചർ റൈസ് ചെയ്യും, അത് നമുക്ക് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി ഈ തരത്തിലുള്ള എക്സ്റ്റേണൽ കൂളിംഗ് വാട്ടർ സപ്ലൈ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലിണ്ടറിന് ചുറ്റും കൂളിംഗ് വാട്ടർ സപ്ലൈ കൊടുത്തുകൊണ്ട് നമുക്ക് കംപ്രഷൻ ഏറെക്കുറെ ഐസോതെർമലാക്കാൻ പറ്റും. അപ്പം ബേസിക്കലി പറയേണ്ട ഒരു കൺക്ലൂഷൻ മീൻസ് ലീസ്റ്റ് വർക്ക് ഈസ് ഫോർ ഏതിനാ? ദാറ്റ് ഈസ് ഫോർ ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, അതാണ് ഒരു മെയിൻ പോയിന്റായിട്ട് വരുന്നത്. പിന്നെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രഷർ റേഷ്യോ, വർക്ക് ഡൺ ഫോർ 3 എണ്ണത്തിന്, പിന്നെ PV കാര്യങ്ങൾ, ഓരോ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇക്വേഷൻസ്, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി പഠിച്ചിട്ട കാര്യങ്ങളാണ്. നന്നായിട്ട് മനസ്സിലാക്കി വെക്കും. ഓക്കെ, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊന്ന് നമ്മളാ പറയുന്ന റെസിപ്രോക്കൽ കംപ്രഷനെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ്, നമ്മൾ നേരത്തെ ക്ലെയിൻസ് വോളിയം വിത്തൗട്ട് ക്ലെയിൻസ് വോളിയത്തിൻ്റെ കേസായിരുന്നു പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് വിത്ത് ക്ലെയിൻസ് വോളിയം, നമ്മൾ ആ പിസ്റ്റണിൻ്റെ സിലിണ്ടർ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ അകത്ത് ക്ലെയിൻസ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ പിസ്റ്റൺ ഇങ്ങനെ വരച്ചായിരുന്നല്ലോ. ഓക്കെ, സിലിണ്ടർ കംപ്രസർ ഇങ്ങനെ വരച്ചിരുന്നു. അപ്പോൾ വരച്ചില്ലേ നേരത്തെ നമ്മൾ ഈ ക്ലെയിൻസ് വോളിയം കളഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലെയിൻസ് വോളിയം അതുപോലെ തന്നെ സെപ്റ്റ് വോളിയം കൂടെ രണ്ടും കൂടെ ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മൾ ക്ലെയിൻസ് വോളിയം കൺസിഡർ ചെയ്തെന്ന് വെച്ചാൽ ക്ലെയിൻസ് വോളിയം നമ്മൾ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. ആക്ച്വലി ക്ലെയിൻസ് വോളിയം കളഞ്ഞതുകൊണ്ടൊരു കംപ്രഷൻ ഇറ്റ് ഈസ് ചാൻസ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ ക്ലെയിൻസ് വോളിയം കൂടെ എടുത്ത് കൊണ്ട് മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ PV ഡയഗ്രത്തിൽ നമ്മൾ പഴയ പ്രോസസ്സൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ സക്ഷൻ, കംപ്രഷൻ, ഡിസ്ചാർജ്. ഓക്കെ, ബാക്കി 3 to 4 കുറച്ച് പോർഷൻ എയർ ക്ലെയിൻസ് വോളിയത്തിൻ്റെ കംപ്രഷനോട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വോളിയം ഓഫ് എയർ ഇവിടെ കുറച്ച് ട്രാപ്പ് ചെയ്ത് കിടക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ പഴയ പോലെ തന്നെ സക്ഷനിലുള്ള എയറും കൂടെ വന്നിട്ട് അത് പിന്നെ പഴയ പോലെ പ്രോസസ്സ് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 to 4 കൂടെ എക്സ്ട്രാ ഇങ്ങനെ നമ്മൾ ആരോയിട്ട് കാണിച്ചേക്കുന്നത്. അപ്പം ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പടത്തിൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ND എന്നായിരുന്നു, ഈ ആക്സിസ് തന്നെ സ്റ്റാർട്ട് ചെയ്ത്. കാരണം ക്ലെയിൻസ് വോളിയം നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റില്ല. കാരണം ക്ലെയിൻസ് വോളിയം നെഗ്ലക്റ്റ് ചെയ്തിട്ടേക്കണം 0. ഇവിടെ നോക്ക്, ഈ ഒരു ഇത്രയും ഭാഗമാണ് നമ്മുടെ ക്ലെയിൻസ് വോളുമായിട്ട് നമുക്ക് PV ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഇവിടുന്ന് ഈ ഡയഗ്രത്തിന് ഈ എൻഡ് പോയിന്റ് വരെയുള്ള ടോട്ടലാണ് നമ്മുടെ സെപ്റ്റ് വോളിയം. അപ്പം ഈ ഒരു ഇത്രയും ഭാഗമില്ലേ, ഈ പോയിന്റിൽ നിന്ന് ഈ 0യിൽ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള ഇത്രയും ഭാഗത്തെ വോളിയത്തെ പറഞ്ഞ പേരാണ് ടോട്ടൽ സിലിണ്ടർ വോളിയം. ദാറ്റ് ഈസ് ക്ലെയിൻസ് വോളിയം പ്ലസ് സെപ്റ്റ് വോളിയം. ഇപ്പോൾ ക്ലെയിൻസ് വോളിയം എന്ന് വരുന്നത് വെച്ചാൽ ഈ 3.3 തൊട്ടുള്ള ഇത്രയും ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്ന പിസ്റ്റൻ്റെ അകത്തുള്ള നമ്മുടെ എടുത്തിരിക്കുന്ന കംപ്രസറിൻ്റെ ക്ലെയിൻസ് വോളിയം. ബാക്കി 3 to എക്സ്ട്രീം വോളിയത്തിൻ്റെ ഈ ഒരു പോർഷൻ വരെയുള്ള റീജിയനാണ് നമുക്ക് സെപ്റ്റ് വോളിയമായിട്ട് എടുക്കുന്നത്. എന്തിൽ FT സെപ്റ്റ് വോളിയം വരുന്നതെന്ന് വെച്ചാൽ V1 V4 ഈ 1 to 4 വരെയുള്ള ഈ ഗ്യാപ്പാണ് നമുക്ക് FT സെപ്റ്റ് വോളിയം അവിടെ. ദാറ്റ് ഈസ് ടെക്നസ് V1 മൈനസ് V4. ആൻഡ് ആക്ച്വൽ സെപ്റ്റ് വോളിയം മീൻസ് ദാറ്റ് ഈസ് V1 മൈനസ് V3. ആൻഡ് ടോട്ടൽ സിലിണ്ടർ വോളിയം മീൻസ് VC പ്ലസ് VS. അപ്പോൾ ഇത്രയാണ് നമ്മൾ PV ഡയഗ്രത്തിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത്. സോ വർക്ക് ഡൺ മീൻസ് എന്താണ്? ഏരിയ അണ്ടർ ദിസ് PV ഡയഗ്രം. അപ്പോൾ നേരത്തെ പറഞ്ഞാലോ തന്നെ വർക്ക് ഏതും ആയിക്കോട്ടെ, ഐസോതെർമലോ പോളിട്രോപ്പിക്കോ അഡേബാറ്റിക്കോ ഏതായിക്കോട്ടെ, വർക്ക് ഡൺ ഈസ് ഓൾവേസ് ടേക്കൺ ആസ് ദ ഏരിയ അണ്ടർ ദ PV ഡയഗ്രം. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഏരിയ ആയിരിക്കും ഇവിടുത്തെ വർക്ക് ഡൺ. ഓക്കെ, അപ്പം നേരത്തെ പോലെ നേരത്തെ ഇക്വേഷനിൽ നമുക്ക് n/n-1 P1 ഐസോതെർമൽ എഴുതി, അഡേബാറ്റിക് എഴുതി, അതുപോലെ തന്നെ പോളിട്രോപ്പിക് എഴുതി. അപ്പോൾ ഈ കേസിൽ നമ്മൾ ജനറലൈസ് നമ്മൾ ഐസോതെർമൽ എഴുതാൻ പോളിട്രോപ്പിക് ജനറൽ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് ആ ഒരു കേസിലെ വർക്ക് ഡൺ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ വിത്ത് ക്ലെയിൻസ് വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു n/n-1 ഇൻറ്റു P1 ഇൻറ്റു V1 മൈനസ് V4 ഇൻറ്റു P2/P1 ഹോൾ റൈസ് ടു n-1/n-1. ദാറ്റ് ഈസ് എ വർക്ക് ഡൺ ഫോർ എയർ കംപ്രസർ വിത്ത് ക്ലിയറൻസ് വോളിയം. അപ്പോൾ നോക്കിയോണേ, നേരത്തെ ടൈമിലൊന്നും ഇക്വേഷൻ ഒന്നും ഈ ഒരു ടൈം ഇവിടെ ഇല്ലായിരുന്നു. അത് V1 മൈനസ് V1 അവിടെ കിടന്നിരുന്നത് P1 V1 എന്നായിരുന്നു. പക്ഷേ ഇവിടെ എന്താ ഇപ്പോൾ പ്രത്യേകത? ഇവിടെ V1 മൈനസ് V4 ആയി. ഓക്കെ, ആക്ച്വലി എന്താണ് ഈ V1 മൈനസ് V4 ഉദ്ദേശിക്കുന്നത്? നമ്മുടെ PV ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ V1 മൈനസ് V4 മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് എഫക്റ്റീവ് സെപ്റ്റ് വോളിയമാണ്. അപ്പം ഈ ഒരു കേസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലെയിൻസ് വോളിയം കൂടി പരിഗണിച്ചത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എടുക്കേണ്ടി വന്നത്. ഓക്കെ, അതില്ലായിരുന്നെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് ക്ലെയിൻസ് വോളിയം എടുക്കുന്നില്ലായിരുന്നു. നമുക്ക് നേരത്തെ സക്ഷൻ എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു, സക്ഷൻ കംപ്രഷൻ ഡിസ്ചാർജ്. അപ്പോൾ ക്ലെയിൻസ് വോളിയം ഉള്ളത് കൊണ്ട് ആൾറെഡി ആ അത്രയും ഭാഗത്ത് കുറച്ച് എയർ എന്താ ആൾറെഡി എൻട്രാപ്പ് ചെയ്ത് കിടക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു വോളിയം കൂടെ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ക്ലെയിൻസ് വോളിയം. അപ്പോൾ ഈ V1 മൈനസ് V4 നോക്കിയേ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് എ എഫക്റ്റീവ് സെപ്റ്റ് വോളിയം. അപ്പോൾ P1ൻ്റെ കൂടെ എപ്പോഴും എന്താ വരുന്നത്? യൂഷ്വലി ടേക്കൺ ആസ്
എഫക്റ്റീവ് സെപ്റ്റ് വോളിയം, ദാറ്റ് ഈസ് നോൺ ആസ് എഫക്റ്റീവ് സെപ്റ്റ് വോളിയം. ഓക്കെ, എഫക്റ്റീവ് സെപ്റ്റ് വോളിയം. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് സെപ്റ്റ് വോളിയം ഉണ്ട്, ഒന്ന് എഫക്റ്റീവ് സെപ്റ്റ് വോളിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജനറലി ഒരു ഔട്ട്ലൈനാണ് ഞാൻ വരച്ചേക്കുന്നത്. ഈ 1 2 3 4 ഇവിടെ കാണിച്ചിരിക്കുന്നത് വെച്ചാൽ വിത്ത് ക്ലിയറൻസ് വോളിയത്തിൻ്റെ കേസസ് ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ തന്നെ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം ഏറെക്കുറെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലിയറൻസ് വോളിയങ്ങൾ കൺസിഡർ ചെയ്തിട്ടുള്ള വർക്കുകളാണ് കുറച്ചും കൂടി പ്രയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലിയറൻസ് വോളിയങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ഡൺ ഇക്വേഷൻ ഡെറിവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് വർക്ക് ഡൺ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ കയറി വരുന്ന നേരത്തെ കൂടുതൽ ഇൻലെറ്റിലെ വോളിയം കയറുന്ന എയറിൻ്റെ വോളിയം ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ എഫക്റ്റീവ് സെപ്റ്റ് വോളിയമാണ് നമ്മൾ എന്ത് വരുന്നത് നമ്മുടെ വർക്ക് ഡണ്ണിൻ്റെ കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അതും കൂടി ഇതിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ വരും നമ്മൾ ആൾറെഡി നേരത്തെ പറഞ്ഞ സെപ്റ്റ് വോളിയം VS is equal to π/4 d² × L. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെയുള്ള അത്രയും ഭാഗത്തെ ക്ലിയറൻസ് വോളിയം എത്ര ആണെന്നോ അതും കൂടെ നമ്മൾ പരിഗണിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തിട്ടാണ് നമ്മളെ വർക്ക് ഡണ്ണിൻ്റെ കണ്ടീഷനുകൾ എഴുതുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏത് കംപ്രസറിൻ്റെയാണ്? ഇറ്റ് ഈസ് ഓൺലി ഫോർ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ സിംഗിൾ സ്റ്റേജ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വർക്ക് ഡൺ വിത്ത് ക്ലിയറൻസ് വോളിയം ആണെങ്കിലും ഇത് എന്തോ ബന്ധപ്പെട്ട ദിസ് ഈസ് ഫോർ സിംഗിൾ സ്റ്റേജ്. അപ്പോൾ സിംഗിൾ സ്റ്റേജ് ആകുമ്പോൾ ഒരു സക്ഷൻ, കംപ്രഷൻ, ഡിസ്ചാർജ്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു ഒറ്റ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ് വിത്ത് ക്ലിയറൻസും വിത്തൗട്ട് ക്ലിയറൻസും നമ്മൾ പറഞ്ഞത്. ഇത് തന്നെ നമുക്ക് മൾട്ടി സ്റ്റേജിലും എന്ത് പറയാൻ പറ്റും? വിത്ത് ക്ലിയറൻസും വിത്തൗട്ട് ക്ലിയറൻസും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരുപാട് ഡെപ്തായിട്ടൊന്നും അത്ര പഠിക്കാനില്ല. ജനറലി ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. മൾട്ടി സ്റ്റേജ് കംപ്രഷനിൽ ഒരു പ്രഷർ റേഷ്യോയുടെ ഇക്വേഷനൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കുന്നതാണ്. മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്താണ്, എന്തുകൊണ്ട് അതുകൊണ്ട് അച്ചീവ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ എഴുതുന്നത് വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, നമുക്കറിയാം ഈ ഡെറിവേഷൻ ഒന്നും ഒരിക്കലും ചോദിക്കുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആണ്. എന്നിരുന്നാലും കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, എന്താണ് ബേസിക്കലി അതിൽ ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇക്വേഷൻ MCQ ക്വസ്റ്റ്യനിൽ ഇടും. വർക്ക് ഡൺ ഫോർ എ സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വിത്ത് ക്ലിയറൻസ് വോളിയം ഈസ് ഓപ്ഷൻ എ, അങ്ങനെ മാറ്റി ഇടും. അപ്പം V1 - V4 ഇപ്പോൾ ഞാനിട്ടോ നൊട്ടേഷൻ അനുസരിച്ചാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ആക്ച്വലി ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ എഫക്റ്റീവ് സെപ്റ്റ് വോളിയം എന്നുള്ള ക്വാണ്ടിറ്റിയാണ് ഈ P1ൻ്റെ കൂടെ തൊട്ടായിട്ട് വരുന്നത്. അതിൻ്റെ P2/P1 എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? പ്രഷർ റേഷ്യോ ആണ്. ഡിസ്ചാർജ് പ്രഷർ ഡിവൈഡ് ബൈ സക്ഷൻ പ്രഷർ ആൻഡ് N = പോളിട്രോപിക് ഇൻഡെക്സ്. ഇനി കംപ്രഷൻ എന്താണ്? ഐസോട്രോപിക് ആണെങ്കിൽ N മാറിയിട്ട് അവിടെ എന്ത് വരും? N മാറി ഈ വിഷ്വലി ടേക്കൺ ആസ് ഗാമ. ഗാമയാണ് നമ്മൾ ഇവിടെ കംപ്രഷൻ ഐസോട്രോപിക് ആണെങ്കിൽ കിട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ ഐസോതെർമലാകുമ്പോൾ അവിടെ ഈ നമ്മൾ എഫക്റ്റീവ് സെപ്റ്റ് വോളിയമാണ് കൺസിഡർ ചെയ്യുന്നത് V1 പകരം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ കമ്പാരിസൺ, അതായത് വിത്ത് ക്ലിയറൻസ് വിത്തൗട്ട് ക്ലിയറൻസിൻ്റെ കമ്പാരിസൺ ഒന്ന് നോക്കുക. അതിൻ്റെ PV ഡയഗ്രം ഒന്ന് അനലൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ ഏരിയ ഉണ്ടത് PV ഡയഗ്രം വർക്ക് ഡൺ, രണ്ടിൻ്റെ വർക്ക് ഡൺ കമ്പയർ ചെയ്യുക. നേരത്തെ പറഞ്ഞ സിംഗിൾ സ്റ്റേജിൻ്റെ 3 ടൈപ്പ് വർക്ക്: ഐസോതെർമൽ വർക്ക്, സെക്കൻഡ് ഈസ് അഡിയാബാറ്റിക് വർക്ക്, തേർഡ് ഈസ് പോളിട്രോപിക് വർക്ക്. അപ്പോൾ ലീസ്റ്റ് വർക്ക് നോക്കുക. ലീസ്റ്റ് വർക്ക് ഈസ് ഫോർ ഏത് കംപ്രഷൻ? ഐസോതെർമൽ കംപ്രഷനാണ്. മാക്സിമം വർക്ക് പോകുന്നത് അഡിയാബാറ്റിക് കംപ്രഷനാണ്. ഈ രണ്ടിൻ്റെ ഇടയ്ക്കാണ് പോളിട്രോപിക് കംപ്രഷൻ്റെ കണ്ടീഷൻ വരിക. അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ അച്ചീവ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ വാട്ടർ ജെറ്റൊക്കെ വെച്ച് കൂൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ പ്രഷർ റേഷ്യോയുടെ കാര്യങ്ങൾ, കംപ്രസർ, മറ്റ് ടെർമിനോളജീസ്, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനി മൾട്ടി സ്റ്റേജ് കംപ്രഷനാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഈ സിംഗിൾ സ്റ്റേജിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഇത്രയാണ്. ഇനി നമുക്ക് കംപ്രസറിൻ്റെ നെക്സ്റ്റ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ എഫിഷ്യൻസി, ദാറ്റ് ഈസ് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ വോളിമെട്രിക് എഫിഷ്യൻസി. പിന്നെ FAD എന്ന് പറയും, ഫ്രീ എയർ ഡെലിവേർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പം സ്റ്റേറ്റ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ് കംപ്രസർ. സിംഗിൾ ആക്ടിൻ്റെ ഒരു സൈഡിൽ മാത്രമേ പിസ്റ്റൻ്റെ എന്താകത്തുള്ളൂ, പ്രഷർ ആക്ടിങ് വരത്തുള്ളൂ. ഡബിൾ ആക്ടിങ് നമ്മൾ 2 സൈഡിൽ, ഒരിടത്ത് കംപ്രഷനും ഒരിടത്ത് സെക്ഷൻ. ഒരിടത്ത് ഇങ്ങനെ നിങ്ങൾ ഡബിൾ ആക്ടിങ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, പമ്പ്, ഡബിൾ ആക്ടിങ് പമ്പ്, സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ്. അതേപോലെ തന്നെ ഒരിടത്ത് എയർ പ്രഷർ എയർ കയറുന്ന മറ്റൊരു സെക്ഷൻ ഇപ്പുറത്ത് കയറി, മറ്റൊരു സെക്ഷൻ ഇപ്പുറത്ത് കയറി. അതിൽ നടക്കുന്നത് അതാണ് ഡബിൾ ആക്ടിങ് കംപ്രസർ. സിംഗിൾ ആക്ടിങ് കൊണ്ട് ഡബിൾ ആക്ടിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഇനി നമുക്കുള്ള വോളിമെട്രിക് എഫിഷ്യൻസി, സെക്കൻഡ് നെക്സ്റ്റ് ഫ്രീ എയർ ഡെലിവേർഡ്, ആൻഡ് പിന്നുള്ളതെന്ന് വെച്ചാൽ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വോളിമെട്രിക് വളരെ ഇമ്പോർട്ടൻ്റ്. വോളിമെട്രി ഈസ് എ റേഷ്യോ ഓഫ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അതൊക്കെ ആ ഒരു ഇക്വേഷനൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ബേസിക് അതൊക്കെ തിയറി കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ ടോപ്പിക്ക് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഓർമ്മ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കമ്പൽസറി മനസ്സിലാക്കി വെച്ചേക്കും. ഓക്കെ, ഇത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ സിംഗിൾ സ്റ്റേജിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ.